Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം നിഫ്റ്റി തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാനാണ് ഇവിടെ കാണുന്നത്. ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇതിനു മുകളിൽ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സൂചിപ്പിക്കുന്നുവെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നായിരുന്നു എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എന്നാൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഏതാണ്ട് 77 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ്. എന്നാൽ പതിവ് പോലെ ആ ഏരിയയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ച് അപ്പോൾ തന്നെ പ്രൈസ് ഡിക്ലൈൻ വരികയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റിൽ നിന്നുകൊണ്ട് ഒരു സ്കാൾപ്പ് ട്രേഡിംഗ് സാധ്യമായവർക്ക് ഈ ഗ്യാപ്പ് അപ്പ് നൽകിയപ്പോൾ ലഭിച്ച ഈ ഏരിയ ഫില്ല് ചെയ്യുന്ന സമയം ഒരു നല്ല പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് സാധ്യമായിട്ടുണ്ടാകാം. എന്നാൽ ഈ ഏരിയയിൽ നിന്നും സപ്പോർട്ട് എടുത്തുകൊണ്ട് ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന ഒരു ഫീൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ലൈൻ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഒരു റെഡ് ലൈൻ ആയി ഇവിടെ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിക്കൊണ്ട് സാധാരണഗതിയിൽ ഈ തിക്ക് ബ്ലൂ ലൈൻ രേഖപ്പെടുത്തിയെടുത്ത് ഞാൻ ഗ്രീൻ ലൈൻ ആണ് രേഖപ്പെടുത്താറ്. അപ്പോൾ ഈ ഏരിയയിൽ പ്രൈസ് എന്ത് ആക്ഷനാണ് നൽകുന്നത് എന്ന് നോക്കി അപ്വേർഡ് ഡയറക്ഷനാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ഏരിയ സ്റ്റോപ്പ് ലോസ് ആയി അഥവാ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റിൽ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കൃത്യമായി കാണിക്കുകയാണെങ്കിൽ അവിടുന്ന് എൻട്രി ചെയ്ത് ഈ ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ ഗ്രീൻ ലൈൻ ഇവിടെ രേഖപ്പെടുത്താറുള്ള ഗ്രീൻ ലൈൻ അതായത് ഇന്ന് രേഖപ്പെടുത്തിയിരുന്ന ബ്ലൂ ലൈനിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇന്നത്തെ ഉയരമാണ് കവർ ചെയ്യേണ്ടത്. അങ്ങനെ കവർ ചെയ്യുന്ന പക്ഷം പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിക്കും എന്നതാണ് കണക്കാക്കൽ. എന്നാൽ ഈ ഏരിയയിൽ ഇങ്ങനെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞ് ഞാൻ വാട്സപ്പ് ചാനൽ നൽകിയെങ്കിലും ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ചാൽ എവിടെയും നമുക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകാതിരിക്കുകയും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നതുമാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടുകയാണെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഈ ബ്ലാക്ക് ലൈൻ ലെവലിൽ ഏകദേശം ഈ ഏരിയകളിൽ എത്തുമ്പോൾ പ്രൈസ് വീണ്ടും ഡിക്ലൈൻ തരേണ്ടതാണ്. ഇവിടെ തന്ന ഒരു പ്രൈസ് ആക്ഷൻ പരിശോധിച്ചാൽ അത് ഞാൻ സാധാരണയായി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു രൂപത്തിലുള്ളതല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എൻട്രി എടുത്തിരുന്നില്ല. എന്നാൽ ഈ ഏരിയയിൽ നിന്നും അപ്വേർഡ് ഡയറക്ഷൻ തന്നത് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണോ 1 മിനിറ്റ് 3 മിനിറ്റ് പരിശോധിക്കുമ്പോഴും ഒരു അപ്വേർഡ് ഡയറക്ഷൻ ഒരു അപ്വേർഡ് ട്രെൻഡ് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്നും ഞാൻ ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലായിരുന്നു. എന്നാൽ അതിനു മുകളിൽ എത്തി ക്ലോസ് ആവാൻ കഴിയാതെ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആണ്. ഈ ഏരിയയിൽ നിന്നും ഒരു സ്കാൾപ്പ് ട്രേഡിംഗ് എന്നേ പറയാൻ കഴിയൂ. അത്ര റേഞ്ചിലാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇങ്ങനെയൊരു പ്രൈസ് ഓപ്ഷൻ നൽകിയതിന് ശേഷം വീണ്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒന്നുകിൽ ഈ ഏരിയയിൽ നിന്നും ഡിക്ലൈൻ ചെയ്ത് ഈ സപ്പോർട്ട് സോണിലോട്ട് വരേണ്ടതാണ്. അതല്ലാതെ വീണ്ടും പ്രൈസ് അപ്വേർഡ് തന്നെ മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷൻ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രേഡ് ചെയ്യാതെ അതിലുപരി ഇങ്ങനെയൊരു ലെവൽ നമ്മുടെ വാട്സപ്പ് ചാനൽ നൽകിയിരുന്നുകൊണ്ട് അതെന്താകും എന്നുള്ളൊരു സംശയത്തിൽ നിന്നതുകൊണ്ട് ഞാൻ ഫർദർ ട്രേഡിങ്ങിൽ കാര്യമായി എൻഗേജ് ചെയ്തിരുന്നില്ല. ഈ ഒരു ട്രേഡാണ് പിന്നീട് ഞാൻ എടുത്തത്. ഈ ഒരു സ്കാൾപ്പ് ട്രേഡിംഗ് എടുത്തു. അതിനുശേഷം ഈ ഒരു ട്രേഡ് മാത്രമാണ് ചെയ്തത്. പിന്നെ വാച്ച് ചെയ്യുകയേ ചെയ്തുള്ളൂ. സമയം കണ്ടമാനം പോകുന്നതുകൊണ്ട് പ്രീമിയം മെൽറ്റിംഗ് നന്നായി അനുഭവപ്പെടും എന്നുള്ളതിനാൽ ഞാൻ പിന്നീട് ട്രേഡ് ചെയ്തിരുന്നില്ല. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ്. ഇത് ഒരു പ്യുവർലി കൺസോൾട്ടേഷൻ ആണ് ഏരിയ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രൈസിന്റെ മൂവ്മെന്റ് പരിശോധിക്കുമ്പോൾ ഈ ഏരിയ ഒരു ട്രെൻഡ് ഇല്ലാതെ കൃത്യമായി നിൽക്കുന്നത് കാണാം. ഇത്തരം ഏരിയകളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നെക്കഡ് ഓപ്ഷൻ ബയേഴ്സിന് ചെയ്യാനുള്ളത്. അത്തരം സന്ദർഭങ്ങളെ ഒഴിവാക്കി നിർത്തിയില്ലെങ്കിൽ പ്രീമിയം മെൽറ്റിംഗ് കാര്യമായ ലോസിലേക്ക് നയിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെവലുകൾ അപേക്ഷിച്ച് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. ഇന്നത്തെ ലോ
ആയ 22,348 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 22,413-14 എന്ന റേഞ്ചാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോൺ എന്ന നിലവാരത്തിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ നൽകിയ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ ആദ്യമായി ലഭിക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ട്രെൻഡ് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കാം എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലഭിക്കേണ്ട ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 22,447 എന്ന് പറയുന്ന ഇന്നത്തെ ഉയരമാണ് ആദ്യത്തെ ടാർഗറ്റ് പിന്നീട് ലഭിക്കേണ്ടത്. തുടർന്ന് 22,503, 22,569, 22,611 എന്നീ ലെവലുകളാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ഓർ 22,413 എന്ന ലെവൽ അതല്ലെങ്കിൽ തൊട്ടുമുകളിൽ 22,424 എന്ന ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 22,348 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യം രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആണ് എന്ന് വിചാരിക്കുകയും തുടർന്ന് 22,308, 22,264, 22,180 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിൽ 22,180, 22,098 എന്നീ ലെവലുകളെല്ലാം കുറച്ച് സ്ട്രോങ് ആയ സപ്പോർട്ടുകളായി കണക്കാക്കുന്നു. ഓക്കെ, ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ നിഫ്റ്റി ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റി എന്താണ് നൽകുന്ന ലെവലുകൾ എന്ന് പരിശോധിക്കാം. 48,091 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 47,897 എന്ന ലെവൽ ഇന്നത്തെ ലോ, അതാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ഒക്കെ പതിവ് പോലെ 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ നൽകുന്ന ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ 15 മിനിറ്റ് ക്യാൻഡിൽ പ്രകാരമുള്ള ഒരു പ്രൈസ് ആക്ഷൻ പ്രകാരമുള്ള മൂവ്മെന്റ് അപ്വേർഡ് എന്ന ഫീലിംഗ് ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ വീണ്ടും ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്ന് കരുതുകയും ഇന്നത്തെ ഹൈ ആയ 48,305 എന്ന അത് ടാർഗറ്റായി ആദ്യം പ്രതീക്ഷിക്കും. തുടർന്ന് 48,475, 48,621, 48,669, 769 എന്നീ ടാർഗറ്റുകൾ വീണ്ടും ലഭിച്ചേക്കാമെന്ന് കരുതുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നത് എങ്കിൽ അതിനുശേഷം ലഭിക്കുന്ന ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 47,897 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിച്ചാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. അതിന് താഴെ വീണ്ടും ക്ലോസ് ചെയ്താൽ ഡിക്ലൈൻ പ്രതീക്ഷിക്കും. തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കും. 47,377, 47,200, 46,944 എന്നിവയാണ് പ്രധാന സപ്പോർട്ടുകളായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അടുത്തതായി സെൻസെക്സിലെ നമ്മളുടെ ലെവലുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. 73,890 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ലോയായ 73,685 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള ഈ സപ്പോർട്ട് സോൺ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 73,890 എന്ന ആദ്യം ലഭിച്ചേക്കാവുന്ന കരുതുന്ന റെസിസ്റ്റൻസ് സോണിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നുവെന്ന് ഫീൽ ചെയ്താൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് 73,954 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിച്ചേക്കാമെന്ന് പ്രതീക്ഷിക്കുകയും കോൾ ഓപ്ഷൻ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ വാങ്ങി റീ എൻട്രികൾ നടത്തിക്കൊണ്ട് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ, അതായത് 74,063 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അവിടെയും ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ വീണ്ടും ബൈ ചെയ്ത് അപ്പോൾ രേഖപ്പെടുത്തുന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്പോൾ ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 74,189, 74,348, 74,402, 74,500, 75,126 എന്നീ ലെവലുകളാണ്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ 73,890 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയായ 73,685 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴെ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്ന ഫീലിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് സപ്പോർട്ട് സോണുകളായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 73,635, 73,516, 73,366 എന്നിങ്ങനെയാണ് അവ ഉള്ളത്. 73,366 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടാണ്. അതിനുശേഷം 73,211 എന്ന ലെവലാണ് സപ്പോർട്ടായി സ്ട്രോങ് ആയി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് 73,016 എന്ന ലെവലുകൾ. അപ്പോൾ ഇതാണ് സെൻസെക്സിലുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പ്രയോജനകരമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാധ്യമാകുന്ന പക്ഷം ഞാൻ അവയ്ക്ക് ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ തന്നെയോ അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയോ മറുപടികൾ നൽകുന്നതാണ്. ഇതുവരെ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെ ചേർത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് വാട്സപ്പ് ചാനലിൽ അംഗമാവുക. നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ടെലഗ്രാം ഗ്രൂപ്പോ ഇല്ല എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സപ്പ് ചാനലിൽ അംഗമാകുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നാളെയും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.